ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പിക്കു ഒരു ഹായ് അടിച്ച് എല്ലാവരും പറഞ്ഞേ ഹായ് ഹായ് ഹായ്. നാളെ ഞങ്ങളുടെ പിങ്കുവിന്റെ ബർത്ത്ഡേ. പിങ്കുവിന്റെ ബർത്ത്ഡേ. അയ്യോ പിങ്കു, എനിക്കിപ്പോ പേര് തിരിഞ്ഞു പോവാടെ എല്ലാവരുടെയും. എന്റെ എനിക്ക് എല്ലാവരുടെയും പേര് തിരിഞ്ഞു പോവാടെ. ഞാൻ സ്കൂളിൽ പോയിട്ട് കൊണ്ട് വന്ന് കുളിച്ചിരുന്നതേ ഉള്ളു. വന്നപ്പോ ഞങ്ങളുടെ പിങ്കുവിന് വന്നപ്പോ ഭയങ്കര ടയർഡായത്. അപ്പൊ പിങ്കുവിനെ മിക്കൂടെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എന്റെ പൊന്ന് പിണക്കത്തിലിരിക്കുക. ഇവിടുത്തെ വെകളി എവിടുത്തെ വെകളി. അടുത്ത ആൾ കയറുന്നത്, അടുത്ത ആൾ കയറുന്നു. റോക്കിച്ചേ വിളിച്ചേ റോക്കി, റോക്കി ഞാൻ നേടാ വിളിച്ചിട്ട് റോക്കി ആളിറങ്ങിപ്പോയി. ഇത് ഞങ്ങളുടെ ബർത്ത്ഡേ ഗേൾ ആട്ടോ, ബർത്ത്ഡേ ഗേൾ. ഞാൻ ഞങ്ങൾക്ക് ബർത്ത്ഡേക്ക് കേക്ക് മുതിച്ചും ഉണ്ടാ ഉണ്ടാ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീഡിയോ ഉണ്ടായിരുന്നോ? മിനിക്കത്തിന്റെ ഉടുപ്പൊക്കെ ഇട്ട് കേക്കൊക്കെ മുറിച്ച് കാത്തൂനെയും മാളൂനെയും വിളിച്ച കൊച്ചിനെ ഗിഫ്റ്റ് കിട്ടി. കൊച്ചിന് ഒരു ഉണക്കമീനൊക്കെ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. കൊച്ചിന് ഒരു ഉണക്കമീൻ ഗിഫ്റ്റ് കിട്ടിയില്ലായിരുന്നു. കിട്ടിയില്ലായിരുന്നു. ബോള് കിട്ടി കൊറേ. ഈ റോക്കിക്ക് എപ്പോഴും അങ്ങ് വായിന്നോട്ടോ നോക്കാൻ പോയതായി അമ്മ. ഈത്തുവാ ഗൈസ്, എനിക്ക് മാത്സിൻ്റെ മാർക്കൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ കിട്ടിയായിരുന്നു. എനിക്ക് 6 മാർക്കുണ്ട് 10. 4 മാർക്കേ പോയുള്ളൂ. എനിക്കൊരു തീരെ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുമെന്ന്. ഇത്രയും പോലും കിട്ടുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഇന്നെനിക്ക് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷൊക്കെ എനിക്ക് സിമ്പിളാണ്, അത് ഞാൻ എങ്ങനെയൊക്കെ എഴുതിക്കും. എനിക്ക് അറിയാമായിരുന്നു ഇംഗ്ലീഷൊക്കെ. പക്ഷേ മാത്സാണ് കുഴപ്പക്കാരൻ. അതിനി എനിക്ക് ഗൈഡൊക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെ പഠിക്കാനൊക്കെ സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ ട്യൂഷനുണ്ട്. ട്യൂഷൻ ഈ 2-3 ദിവസം ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയും പഠിച്ചിട്ട് പോയാൽ. 6 മാർക്കൊക്കെ ഉണ്ട്. ഞാൻ കപ്പ് നൂഡിൽസ് കണ്ടിരിക്കണം ഗൈസ്. പക്ഷേ ഇതെന്തൊരു ഫ്ലേവറാണ്? ടൊമാറ്റോ ഫ്ലേവർ. പിന്നെ വേറെ ഒന്നുണ്ട്, മട്ടൻ്റെ ഒരു ഫ്ലേവർ. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പം ഇത് കൊള്ളത്തില്ലെന്നും പറഞ്ഞാണ്ട് ഇരിക്കുന്നു. അത് കൊള്ളാം. അത് പിന്നെ തീരാറായി. ഇത് കൊള്ളാതെ എനിക്ക് ഇഷ്ടമല്ല. മട്ടൻ ഞാൻ ചിക്കൻ ചിക്കനേ കഴിക്കത്തുള്ളൂ. വേറൊരു കുന്തും കഴിക്കത്തില്ല. ബീഫൊന്നും കഴിക്കത്തില്ല. ഞാൻ അവരുടെ അപ്പനെ പറഞ്ഞു മട്ടൻ നമ്മൾ കഴിക്കാതെ സാധനം എടുക്കണ്ടെന്ന്. ഇതിനിപ്പോൾ ആരും ഇരിക്കും. അമ്മ കഴിക്കും. എനിക്കിഷ്ടമല്ല. ഞാൻ ഈ മാഗിയൊന്നും കഴിക്കാറില്ലെന്ന് അറിയാമല്ലോ. എനിക്ക് ഇതിനേക്കാളൊക്കെ ഭയങ്കര ഇഷ്ടം മാഗി. അത് എന്നാൽ പിന്നെ ഇത് നിങ്ങൾ ഇന്നാൾ എത്ര വട്ടം മേടിച്ചപ്പോഴെല്ലാം ഇത് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇത് മേടിക്കുന്നേ? എന്നാ ഇതൂടെ കഴിച്ചോ. ഇതൂടെ കഴിച്ചിട്ട് പോയാൽ മതി. അതാ ഞാൻ പറഞ്ഞു എടുക്കണ്ട. ആഷ്മി ഇതൂടെ കഴിച്ചിട്ട് പോ. ആഷ്മി ഇതൂടെ കഴിച്ചിട്ട് പോ. അത് തീർന്നോ? എന്നാ ഇതൂടെ കഴിച്ചോ. വേണ്ട, ഇത് പൈസ കൊടുത്ത് മേടിക്കുന്നയാ. ഇത് കഴിക്കാം ആഷ്മി. പൈസ കൊടുത്ത് മേടിച്ചില്ലേ. ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും? എനിക്ക് വേണ്ട. ഞാൻ കഴിക്കത്തില്ലെന്നറിയാം. നീ കഴിച്ചോ. ഇതൂടെ കുറച്ച് കഴിക്കേ.
ആഷ്മി ഇത് ലച്ചു ഇത് കളയാൻ പറ്റത്തില്ല. മട്ടൻ ഇഷ്ടമേ അല്ല. എന്നതൊരു കാര്യം ചെയ്യും, അടച്ച് ഇന്ദമ്മയ്ക്ക് കൊടുക്കുക. ഇത് കഴിക്കത്തില്ല, മാഗി മാത്രമേ കഴിക്കൂ. അല്ല അച്ചപ്പൂനും ഇന്ദമ്മയ്ക്ക് ആർക്കും അവർക്ക് കഴിക്കും. ഒരു കളറും ഇല്ല. മഞ്ഞ അല്ല ഓറഞ്ച്. എനിക്ക് പിങ്ക് കളർ ഒരെണ്ണത്തിന് പിങ്ക്, ഒരെണ്ണത്തിന് ഇതിപ്പോ ആര് കഴിക്കും അത് പറ. ഇത് കഴിക്കാണോ ഉള്ളത്? എത്ര എണ്ണം അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ഈ ടൈപ്സ് സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അവർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കണ്ട. അവർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല ലച്ചു. അവർക്ക് ആവശ്യമില്ലാത്ത ആഹാരമൊന്നും കൊടുക്കരുത്. കൊടുത്താൽ അവർ കഴിക്കും, അങ്ങനെ കൊടുക്കരുത്. റോക്കി നിനക്ക് വേണോ നൂഡിൽസ്? നിനക്ക് വേണോ? എന്നാ അല്ല ഞാൻ വെറുതെ വിളിച്ച അവനാണെങ്കിൽ ഒന്നും തിന്നത്തില്ല. ഒരു ബിസ്ക്കറ്റ് മെക്കൂന് വേണോ? ഇത് കഴിച്ച നീ എന്തിനത് പിന്നെ മേടിച്ച് കളയല്ലോ? കാണാൻ നല്ല ഭംഗിയായി. ഇത് കഴിക്കാഷ്മിയെ, ഇത് കഴിച്ചിട്ട് നീ അത് കഴിക്കാഷ്മിയെ. അവളോട് ഞാൻ അപ്പനെ പറഞ്ഞ എടുക്കണ്ട, എന്നല്ലേ ഞാൻ അമ്മ കേട്ടല്ലേ. ആഷ്മി ഇത് കഴിക്കുന്നീയാ ചുമ്മാ. ഇതിനിപ്പോ എന്തുകൊണ്ട് ഒട്ടും അനക്കിയില്ല. ഞാനും കൊണ്ട് എനിക്ക് വരാൻ നീട്ടിയതൊന്ന് ഇപ്പൊ തന്നിട്ട് തിന്നാൻ മതി. അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് തരും. എനിക്ക് അണ്ട വായി നോക്കി ഇരിക്കുന്നിട്ട് അവൾക്ക് പോലും കൊടുക്കത്തില്ല. അവിടെ കിടന്ന പിങ്കുവാ. പിങ്കുഞ്ഞാ കുഞ്ഞിന് വേണ്ട ഇതൊന്നും. കുഞ്ഞിനിതൊന്നും വേണ്ട. ഇവിടെ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത് അവൾ എനിക്ക് വന്നില്ല. മിക്കോടെ പോയി എന്റെ കാറിൽ മിക്കോ കയറി കിടക്കുന്നേ. ഇതാണ്ട് ഇവിടെ ഉണ്ട്. എന്തുവാ മിക്കത്? അയ്യോ സോറി. അങ്ങനെ എനിക്ക് ഡയറി ഒക്കെ സ്കൂളിൽ നിന്ന് കിട്ടി. ഇതാണ്ടിത് ഡയറി. ഇതാണ് ഞങ്ങളുടെ സ്കൂള്. ഇതാണ്ട് നോക്കൂ ഞങ്ങളുടെ സ്കൂള്. ഇതാണ് ഞങ്ങളുടെ ഡയറി. ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ ബാക്കിൽ ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചു. ഇതാണ്ട് എഴുതി ബയോളജി, ഫിസിക്സ്, ഹിന്ദി, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, PT എല്ലാം ഞാൻ എഴുതി വെച്ചു. അത് കിട്ടിയപ്പോൾ ഞാൻ എഴുതി വെച്ചു. പിന്നെ ഇതിൽ ഞങ്ങളുടെ ടീച്ചർമാരുടെ പേരാണിത് ഇത്രയും. ഇത് KG ടീച്ചേഴ്സിൻ്റെ. ഇത് ഞങ്ങളുടേത്. ഈ ഒരു 41ാമത്തെ നമ്പറിൽ മിസ്സിസ് ഹലീമ നടക്കുന്നില്ലയോ, അത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. പിന്നെ ഇത് ഞങ്ങളെല്ലാം ടീച്ചർമാരുടെ പേര്. സുനിതകുമാരി പ്രിൻസിപ്പൽ, രമേശ് സാർ, ഞങ്ങളെ ഹിന്ദി പഠിപ്പിക്കുന്ന സാർ രമേശ് സാർ, ബുഷർ ഞങ്ങളുടെ മാത്സ് മാഡം. ആ മാഡത്തിനാണ് എനിക്ക് ഏറ്റവും പേടി ഞങ്ങളുടെ സ്കൂളിൽ. പിന്നെ ആദ്യം മീനെ കാണിക്കാം. പിന്നെന്താ, പിന്നെ ഇതെല്ലാം ഞങ്ങൾക്ക് ഡേ ആണ് ഞങ്ങൾ ജൂണിൽ ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷിക്കാനുള്ള ഇത് പ്രോഗ്രാം. ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാനും ഒത്തിരി ഉണ്ട്. ഇതാണ്ട് ട്രിപ്പ്, പിന്നെ ആനുവൽ ഡേ, കേരളപ്പിറവി, ഇതൊക്കെ ഉണ്ട്. ഇത് എക്സാമിനേഷൻ ഡീറ്റെയിൽസ്. ഇതൊക്കെ ഇത് KG പിള്ളേർക്ക് ഇങ്ങനെ എന്തുവാ KG പിള്ളേരുടെ ഇങ്ങനെ ഗ്രീൻ ഡേ, ബ്ലൂ ഡേ, സാൻഡ്വിച്ച് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അത് നമുക്കതൊന്നും ഞാൻ എന്തിനീ ഡയറി ഇപ്പോൾ കാണിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്. എല്ലാവരുടെയും കയ്യിലുള്ളല്ലോ ഡയറി അല്ലേ. അങ്ങനെ ഡയറി കിട്ടി. പിന്നെ ആഷ്മിയുടെ ഫ്രണ്ട് മിണ്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിവിടുന്ന പിണക്കത്തിലൊക്കെ ആണെന്ന് പറഞ്ഞ്. പിന്നെ ആഷ്മിക്ക്
ആഷ്മിയുടെ ക്ലാസ്സിലൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് അവൾക്ക് ആദ്യമൊക്കെ ഇച്ചിരി മുട്ടായി എടുത്ത്, അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചേച്ചി ഉണ്ട്, അവൾക്കും വേണം എന്ന് പറഞ്ഞിട്ട് അവൾ രണ്ടാമതും ഒന്ന് വായിച്ച് കള്ളി, എന്നിട്ട് അവൾ അത് രണ്ടും അവിടെ വെച്ച് തന്നെ അങ്ങ് തിന്നുകയും ചെയ്ത്. നീ എനിക്ക് തരുന്നില്ലല്ലോ കൊണ്ടുവന്നിട്ട്. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനിയത്തിയുണ്ട്, രണ്ടാമത് വാങ്ങിച്ചിട്ടില്ലല്ലോ. ഞാൻ എനിക്ക് എഴുന്നല്ലോ തിന്നാറുള്ളൂ. അത് ഞാനില്ലയോ അനിയത്തി പറഞ്ഞ ചേച്ചി എനിക്കില്ല. കള്ളി. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചുമ്മാ ഒരു കുഞ്ഞി ഈവനിങ് വ്ളോഗായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി എന്തോ ചെയ്യേണ്ട അശ്മി? അവൾ ചുമ്മാ വീഡിയോ ബാക്കി വന്ന് നിൽക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിരിക്കും. ബൈ ബൈ.